ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് തൊലി കളയാം എന്നുള്ള നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ടിപ്പ്, ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇതേപോലെ ആ തലഭാഗവും വാല് ഭാഗവും അരിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ആ തലഭാഗവും അതിൻ്റെ വാൽഭാഗവും അരിഞ്ഞിട്ട് ഇതേപോലെ ആ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം എത്ര കിലോ ചുമന്നുള്ളി ആണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ അടുത്ത ടിപ്പ്, ഞാൻ വെളുത്തുള്ളി കാണിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നിമിഷങ്ങൾ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ ആ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ചൂടുവെള്ളം എന്ന് പറയുമ്പം ചെറുതായിട്ടൊരു ചൂട് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളി വെന്ത് പോകും. ചെറിയൊരു ചൂട് മാത്രം മതി. അപ്പോൾ ഇതേപോലെ എല്ലാം അരിഞ്ഞ് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് ഞെവിടിയെടുക്കണം. നല്ല രീതിയിൽ ഞെവിടിയിട്ട് നമുക്ക് മാറ്റാം. തൊലി ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ഇതേപോലെ ഇരിക്കുമ്പം തന്നെ തൊലി പെട്ടെന്ന് അങ്ങ് ഇളകി വരും. ആ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഇതേപോലെ ഇട്ട് വയ്ക്കുമ്പോഴത്തേനും ആ തൊലിയെല്ലാം ഇളകിയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഞെവിടിയെടുത്താൽ മതി. ഇപ്പോൾ 2-3 വെള്ളത്തിൽ ഇതേപോലെ ഞെവിടുമ്പോഴത്തേന് നമുക്ക് എത്ര കിലോ ചുമന്നുള്ളിയും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ആ തൊലിയെല്ലാം ആ വെള്ളത്തിനകത്തോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് 2 വെള്ളത്തിനകത്ത് ഇതേപോലെ ഒന്ന് ഞെവിടിയെടുക്കണം. കണ്ടോ, അത് സാധാ നമ്മളെ നോർമൽ വാട്ടർ മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിനകത്തിട്ടാണ് ഞെവിടിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തൊലിയൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇറച്ചിയൊക്കെ മേടിച്ചാൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് തൊലി കളഞ്ഞെടുക്കാം. ഉള്ളിയൊക്കെ അപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഉള്ളി തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി നമുക്ക് എത്രമാത്രം എടുക്കണോ അതിനനുസരിച്ച് എടുത്തിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചൊന്ന് ആദ്യം ഒന്ന് അതിൻ്റെ ആ മണ്ണും പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുക. ഉണ്ടോ, അപ്പോൾ ഉണങ്ങിയ ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് മണ്ണും പൊടിയും കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിനകത്ത് അതും ഇട്ട് വയ്ക്കാം. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് ഇഞ്ചിയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഞാൻ തൊലി കളയുന്നതാണ് കാണിക്കുന്നത്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് തൊലി പോയി കിട്ടും. കണ്ടോ, ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ തൊലി പോയി കിട്ടുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇഞ്ചിയും പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാം ഈ രീതിയിൽ. അടുത്തത് ഞാൻ വെളുത്തുള്ളി തൊലി കളയുന്നതാണ്. അത് 2-3 രീതിയിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ രീതിയിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കുന്ന ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് അതുകൊണ്ട് ഇഞ്ചിയെല്ലാം ചിരണ്ടി കഴിയാറായിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടെല്ലാം തീർന്നു. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇഞ്ചി നല്ല ക്ലീനാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ചുമന്നുള്ളി നമ്മൾ തൊലി കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി എങ്ങനെയൊക്കെ തൊലി കളയാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ കൈവച്ച് വേണമെങ്കിൽ ഇളക്കിയെടുക്കാം. ഇതേപോലെ നമ്മുടെ ഇടികല്ല് ഉണ്ടെങ്കിലും അതിൻ്റെ മുനമ്പ് വെച്ച് ഇതേപോലെ ആ തലഭാഗം ഒന്ന് അടിച്ച് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മുടെ കൈ ഇത് വെച്ച് നെക്കി കൊടുക്കുമ്പം തന്നെ അതുകൊണ്ട് നല്ല രീതിയിൽ ഇളകി വരും. കണ്ടോ, അപ്പം ഈ രീതിയിൽ 3 രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ദാണ്ടെ തൊലിക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. പിച്ചാത്തി ഒരു സൈഡ് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമുക്കി കൊടുക്കുകയാണെങ്കിൽ തൊലി ഇളകി വരും. അപ്പോൾ അത് വളരെ ഈസിയായ കാര്യമാണിത് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒരു കത്തിയുടെ സൈഡ് വെച്ചൊന്ന് അമുക്കി കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിച്ചു തരികയാണ്. കണ്ടോ, ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കുറച്ചൊക്കെ വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കണമെങ്കിൽ ഈ രീതി കളഞ്ഞെടുക്കാം. കിലോ കണക്കിനൊക്കെ നമുക്ക് തൊലി കളയണമെങ്കിൽ രീതിയിൽ ഞാൻ കാണിച്ചു തരാം.
ഇനി അടുത്തതായിട്ട് ഇതുണ്ട്. ഇപ്പോൾ ഇതേപോലെ തലയും വാൽഭാഗവും അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ തലയും വാലും അരിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മൾ ചൂടാകുന്ന ഒരു കല്ലിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതേപോലെ ദോശക്കല്ലോ ചട്ടിയോ എന്താണേലും കുഴപ്പമില്ല. ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ, വെന്തു പോകരുത്. കല്ലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ കവറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി, തൊലിയെല്ലാം പോയി കിട്ടും. കവറിനകത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, ഒന്ന് തട്ടി കൊടുക്കുക കൈ വെച്ച്. അപ്പോൾ എത്ര കിലോ വെളുത്തുള്ളി വേണേലും ഈ രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ തൊലി എല്ലാം ഇളകിപ്പോകും. കാരണം ആ ദോശക്കല്ലി ഇട്ട് നമ്മളൊന്ന് വെളുത്തുള്ളി ഒന്ന് ചൂടാക്കിയല്ലോ, അതുകൊണ്ട് കണ്ടോ വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞു. നമുക്കൊന്ന് കഴുകി ഞെവടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തലഭാഗവും വാൽഭാഗവും അരിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് കവറിലിട്ട് കുടഞ്ഞെടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞെവടിയെടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണേലും നമുക്ക് വെളുത്തുള്ളി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പം ഏതാണ്ട് നമ്മൾ കിറ്റിനകത്ത് ഇട്ട് അടിച്ച വെളുത്തുള്ളിയാണിത്. കവറിനകത്തിട്ട് അടിച്ചെടുത്ത വെളുത്തുള്ളിയാണ്. കണ്ടോ, അപ്പോൾ അതിനകത്ത് തൊലി വേറെ കണ്ടോ, വെളുത്തുള്ളി വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ പിറക്കിയെടുത്താണ് കാണിക്കുന്നത്. അപ്പം 2-3 രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടത് കണ്ടോ ഞെവടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ 2 വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെവടിയിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വെളുത്തുള്ളിയൊക്കെ തൊലി കളയാൻ എങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ വെളുത്തുള്ളിയുടെ തൊലിയും ചുമന്നുള്ളിയുടെ തൊലിയും അതേപോലെ തന്നെ ഇഞ്ചിയുടെ തൊലിയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കണ്ട തൊലിയെല്ലാം അടന്നു പോകും. കാരണം ആ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് നമ്മൾ അരിഞ്ഞ് തലയും അതിൻ്റെ വാൽഭാഗവും അരിഞ്ഞിട്ട വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ പോയി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടി ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേനും എല്ലാം ഇളകിയിരിക്കും. പിന്നെ ഇതേപോലെ ഒന്ന് ഞെവടിയെടുത്താൽ മാത്രം മതി. അപ്പം ഞാനിന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അതും കൂടെ ഞെവടിയെടുക്കാം. എല്ലാം തൊണ്ട് ഞെവടിയെടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.